ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൻ്റെ, അതായത് നമ്മൾ 46-ാമത്തെ പേജിലെ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, രണ്ടാമത്തെ ചോദ്യത്തിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ശരിയല്ലേ? 3 ക്വസ്റ്റ്യൻസ് ചേർന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് വരയ്ക്കാനുള്ള ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ഈ ചാപ്റ്ററിലുള്ള എല്ലാ വരയ്ക്കാനുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് പറയാൻ പോകുന്ന ഈ 3 കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇന്നലെ പഠിച്ചത് ഓർമ്മയുണ്ടോ? റെക്റ്റാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലത്തെ ചോദ്യങ്ങൾ തന്നെ വരയ്ക്കാനുള്ളതാണ്. റേഷ്യോ തന്നിട്ട് ഇവിടെ നോക്കുക, ഡ്രോ എ ട്രയാങ്കിൾ. നമുക്ക് എന്ത് വരയ്ക്കണം? ത്രികോണം വരയ്ക്കണം. ഈച്ച് ഓഫ് ദ ടൈപ്സ് ബിലോ ഓഫ് പെരിമീറ്റർ 13 സെൻറ്റിമീറ്റർ. അതായത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 3 ടൈപ്പ് ട്രയാങ്കിളാണ്. ആ 3 കണ്ടീഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ 3 ട്രയാങ്കിളും 3 രീതിയിലായാലും ശരി, അതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയാ? ഫിക്സഡാ. നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് എത്രയാ? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3 സൈഡും കൂടി കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 13 സെൻറ്റിമീറ്റർ. അപ്പോൾ 13 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ള അഥവാ ചുറ്റളവുള്ള ഒരു ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണ്? ഒന്നാമത്തെ ചോദ്യം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്താ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? എല്ലാ സൈഡ്സും ഈക്വലായ ട്രയാങ്കിളിനല്ലേ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുക. ശരിയല്ലേ? എടാ, ഒരു കാര്യം നമ്മൾ മൈൻഡിൽ ഉറപ്പിച്ച് വെക്കുക, നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ അതിനെന്ത് പറയാം? ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്? 13 സെൻറ്റിമീറ്റർ. ത്രികോണത്തിന് എത്ര വശങ്ങളാണ് ഉള്ളത്? ഒരു ട്രയാങ്കിളിന് 3 വശങ്ങളല്ലേ? ഈ 3 കൂടി കൂട്ടിയാൽ എത്ര വരണം? 13 വരണം. ശരിയല്ലേ? ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള അളവാണെന്ന് എല്ലാവർക്കും അറിയാലോ. 3 വശങ്ങളൂടി കൂട്ടിക്കഴിഞ്ഞാൽ 13 കിട്ടണം. അതായത് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണമാണ്. അതായത് ഈ 3 വശത്തിൻ്റെയും നീളം എന്താണ്? തുല്യമാണ്. ശരിയല്ലേ? എടാ, 3 കൂടി കൂട്ടിയാൽ 13 കിട്ടണം. ഓരോന്നും അങ്ങനെയാണെങ്കിൽ എത്രയാണ് വരിക? 3 സൈഡല്ലേ ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഒരു വശം കിട്ടാൻ അഥവാ 1 സൈഡ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 13 ടോട്ടൽ ലെങ്ത് വേണ്ടത്. അതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? 13നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് വരിക? 3 3 9. 4 പ്രാവശ്യം പോകും അല്ലേ? ശരിയല്ലേ? 4 3 12. ശിഷ്ടം എത്ര വരും? 1. മിസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ ഒരു ഓർഡറിലാണ് ഇതിനെ മിശ്ര ഭിന്നാക്കി എഴുതുക, മിക്സഡ് ഫ്രാക്ഷൻ. ഈ 4 ആദ്യം എഴുതുന്നു അല്ലേ? 4 എഴുതുന്നു, 1/3 എന്ന് എഴുതുന്നു. ശരിയല്ലേ? അതായത് 13 സെൻറ്റിമീറ്റർ ചുറ്റളവ് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വശത്തിൻ്റെയും നീളം എത്ര വീതം വരണം? 4 1/3 വീതം വരണം. ഈ 3 വശങ്ങൾ 4 1/3 വീതം വരച്ചിട്ട് ഇവ തമ്മിൽ കൂട്ടിയോ നോക്കിയാൽ 4 1/3 + 4 1/3 + 4 1/3 തിരിച്ച് എന്ത് കിട്ടും? 13 സെൻറ്റിമീറ്റർ എന്ന് തന്നെ കിട്ടില്ലേ? കാരണം 13 സെൻറ്റിമീറ്ററിനെ 3 ഈക്വൽ ഭാഗമാക്കിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 4 1/3 കിട്ടിയത്. അപ്പോൾ ഈ 3 വശം കൂടി കൂട്ടി വെച്ചാൽ 13 സെൻറ്റിമീറ്റർ തിരിച്ച് അങ്ങോട്ട് കിട്ടണ്ടേ? ശരിയാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അവർ പറഞ്ഞ 13 സെൻറ്റിമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? 3 തുല്യ ഭാഗങ്ങളാക്കാൻ പോവുക. അത് ഒരു വശം 4 1/3. നമുക്ക് ആർക്കെങ്കിലും സ്കെയിലും പെൻസിലും എടുത്തിട്ട് 4 1/3 കറക്റ്റ് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ത്രികോണമായതുകൊണ്ട് 3 വശമാണുള്ളത്. അപ്പോൾ നമുക്ക് തുല്യമായിട്ട് 3 ഭാഗിക്കാൻ പറ്റിയ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യാം. അത് ഏതിനേക്കാളും ചെറുതാവും വേണം? ഈ 13 സെൻറ്റിമീറ്ററിനേക്കാളും ചെറുതാവും വേണം. ശരിയല്ലേ? 13നേക്കാളും ചെറിയൊരു നമ്പർ പറ, 3 ഭാഗിക്കാൻ പറ്റിയേ. തൊട്ട് താഴെയുള്ള 12. 12നെ നമുക്ക് കറക്റ്റ് 3 ഭാഗങ്ങളാക്കി കൂടെ? ഓരോന്നും എത്ര സെൻറ്റിമീറ്റർ വീതം വരും? 4 3 12. ശരിയല്ലേ? അതായത് ഒരു 12 സെൻറ്റിമീറ്റർ വര വരച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് കുത്തിട്ട് കഴിഞ്ഞാൽ ഈ 12 സെൻറ്റിമീറ്റർ വര ആകെ എത്ര കഷ്ണങ്ങളായിട്ട് മാറും? എത്ര പീസുകളായി? 3 പീസുകളായില്ലേ? നോക്ക് അല്ലേ? 4 3 ചേർന്നാൽ 12 അല്ലേ? അപ്പോൾ
13 സെൻറ്റിമീറ്ററിനെ നമുക്ക് 3 ഭാഗങ്ങളാക്കാൻ കഷ്ടപ്പാടുണ്ട്. പക്ഷേ 12 സെൻറ്റിമീറ്ററിന് പണിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തത്? 13 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പുറത്ത് 12 സെൻറ്റിമീറ്ററിൽ വര വരച്ചിട്ട് ഇതിനെ തുല്യം 3 ഭാഗങ്ങളാക്കും അല്ലേ? എന്നിട്ട് ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് സമാന്തര വരകൾ വരച്ചത് ഓർമ്മയുണ്ടോ? അപ്പോൾ നമുക്ക് ഈ 3 ഭാഗങ്ങൾക്കും ഒരേ നീളം കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് അല്ലേ? എന്ത് ചെയ്താൽ മതി? ഇതിലെ വശങ്ങൾ എടുത്തിട്ട് വരച്ചാൽ പോരെ. ഇതിലൊരു വശം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? 3 കൂടി അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യുക, ഇങ്ങോട്ടും കട്ട് ചെയ്ത് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ സമഭുജ ത്രികോണം റെഡി. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ മെത്തേഡ് മിസ് വരച്ച് തന്നെ കാണിച്ചു തരാം ഒറിജിനലായിട്ട്. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. പെരിമീറ്റർ 13, ചുറ്റളവ് 13 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു സമഭുജ ത്രികോണം അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. 3 കൂടി കൂട്ടിയാൽ 13 കിട്ടണമെങ്കിൽ ഓരോന്നും 4:1/3 വരണം. പക്ഷെ നമുക്ക് ആർക്കും 4:1/3 കറക്റ്റ് അളവ് സ്കെയിലിൽ എടുക്കാൻ പറ്റൂല. അപ്പോൾ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് അഥവാ 13 സെൻറ്റിമീറ്ററിനെ 3 ഈക്വൽ ഭാഗമാക്കി കഴിഞ്ഞാൽ അതിലൊന്ന് എത്രയായിരിക്കും ഉണ്ടാവുക? 4:1/3 ആയിരിക്കും അല്ലേ? അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറിയുന്ന ഒരു സെൻറ്റിമീറ്റർ 3 ഭാഗിക്കാൻ നമുക്ക് അറിയുന്നത് 12 സെൻറ്റിമീറ്ററിനെയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സമാന്തര വരകളിലെ പാരലൽ ലൈൻസിൻ്റെ അപ്ലിക്കേഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ നമ്മൾക്ക് തന്നിട്ടുള്ള 13 സെൻറ്റിമീറ്ററിനെ 3 ഭാഗങ്ങളാക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വരച്ചെടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ മിസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. ചുറ്റളവ് അഥവാ പെരിമീറ്റർ 13 അങ്ങനെയാണെങ്കിൽ 13നെ 3 ഭാഗങ്ങളാക്കിയാൽ നമുക്ക് മതിയില്ലേ? 13നെ 3 ആക്കുമ്പോൾ 4 3 12. അതായത് 13നെ 3 ഭാഗമാക്കിയാൽ ഓരോന്നും എത്ര സെൻറ്റിമീറ്റർ വരും? 4:1/3 വരും. അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ സെലക്ട് ചെയ്യുന്നു? 12നെ 3 ഭാഗമാക്കുന്നു. ശരിയല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് എത്ര സെൻറ്റിമീറ്റർ തന്നെയാണ്? അതിന് മാറ്റമില്ല അല്ലേ? ആദ്യം തന്നെ നമ്മൾ എത്ര എടുക്കണം? 13 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുന്നു. ശരിയല്ലേ? കറക്റ്റ് 13 സെൻറ്റിമീറ്റർ എടുത്ത് ഇനി നമുക്ക് 3 ഈക്വൽ ഭാഗമാക്കാൻ പറ്റിയ നമുക്ക് അറിയുന്ന ആളാണ് ആര്? 12 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? അപ്പോൾ മിസ് 12 സെൻറ്റിമീറ്ററിൽ കൊണ്ടുവച്ചിട്ട് വല്ലാണ്ട് അങ്ങോട്ട് വളഞ്ഞു പോകണ്ട കേട്ടോ. കുറച്ചൊരു ഈ ഒരു കോണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വരയ്ക്കുന്നു. കുറച്ച് എന്ത് ചെയ്യുന്നു? താഴോട്ടാക്കാം കേട്ടോ. ഓക്കെ. ഇനി നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് എത്ര സെൻറ്റിമീറ്ററാണ് വേണ്ടത്? ഈ 3 ഇവിടെ കൊണ്ടുവെക്കുന്നു. മൂല 0 ഇവിടെ കൊണ്ടുവെക്കുന്നു. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? നമുക്കറിയാം 12 സെൻറ്റിമീറ്ററിനെയാണ് അല്ലേ? 12 സെൻറ്റിമീറ്ററിന് എത്ര കഷ്ണമാക്കണം? 3 കഷ്ണമാക്കണം. അപ്പോൾ ഓരോന്നും എത്ര വീതം വരും? 4 സെൻറ്റിമീറ്റർ വീതം വരും. ശരിയല്ലേ? ഇങ്ങനെ 4 കഷ്ണമാക്കി. ഓക്കെ. ഇവിടെ മിസ് റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്ത് കണ്ടോ? ഇനി നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഈ മൂന്നാമത് വശങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക അല്ലേ? എന്നിട്ടാണ് സമാന്തരം. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുടെ പോയി കാണുക കേട്ടോ. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. മാറിയിട്ടില്ലല്ലോ. 12 തന്നെയല്ലേ? 12 ഇത് 13. ഓക്കെ. ഇവരെ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുന്നു. ശരിയല്ലേ? ഇനി നമ്മൾ ആരെ എടുക്കും? നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് സെറ്റ് സ്ക്വയറിൽ അഥവാ മട്ടത്രികോണത്തിന് നിങ്ങളെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ള ഈ മട്ടത്രികോണത്തിന് എടുക്കുക. എന്നിട്ട് എവിടേക്കാണ് കൊണ്ടുവെക്കേണ്ടത്? ഇപ്പോൾ വരച്ചിട്ടുള്ള ഈ തറ്റത്തേക്ക് കൊണ്ടുവെക്കുക കേട്ടോ. അവിടെ കണ്ടോ? ഇവിടെ 90 ഡിഗ്രി ഈ മട്ടം എവിടെ വരണം? ഇവിടെ വരണം. ഓക്കെ. ആ രീതിയിൽ മിസ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ആദ്യം നിങ്ങൾ ഈ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ മട്ടത്രികോണത്തിന് അഥവാ ഈ സെറ്റ് സ്ക്വയറിനെയാണ് ആദ്യം ചേർത്ത് വെക്കേണ്ടത് കേട്ടോ. അത് അനങ്ങാതെ നിൽക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആരെ ഹെൽപ്പ് തേടുന്നത്? നമ്മുടെ സ്കെയിലിൻ്റെ. അല്ലാതെ ആദ്യം തന്നെ സ്കെയിൽ കൊണ്ടുപോയി അവിടെ അമർത്തി വെക്കരുത്. ഇതിനോട് ചേർത്തിട്ട് പിന്നെ സ്കെയിൽ ഇരിക്കുക. സ്കെയിൽ ഇതിനോട് ചേർന്ന് അവിടെ ഇരിക്കട്ടെ.
ശരിയല്ലേ? അല്ലേ? അല്ലാതെ സ്കെയിൽ ഈ വരേനോട് ചേരണം, ഇപ്പം മിസ്സ് മായ്ച്ചിട്ടുള്ള ഈ വരേനോട് ചേരണമെന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല അല്ലേ? ഇപ്പോൾ അതായത് നമ്മൾ വരച്ച മട്ടത്രികോണത്തിന് നേരെ അമർന്ന് നിൽക്കുക, എന്നിട്ട് സ്കെയിൽ ഇടത് കൈ കൊണ്ട് അമർത്തി പിടിക്കുക, അത് അനങ്ങരുത്. സ്കെയിലിനോട് ചേർത്ത് നമ്മൾ സെറ്റ് സ്ക്വയർ ഇതാ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. മുന്നോട്ടും ബാക്കോട്ടും ഒന്നും ആവരുതേ. നമ്മൾ 4 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തില്ലേ, അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക, താഴോട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ശരിയല്ലേ? പിന്നെ മെല്ലെ മുന്നോട്ട് പോകുന്നു. എവിടെ എത്തും സ്വാഭാവികമായിട്ട്? നേരത്തെ മാർക്ക് ചെയ്ത് അവിടെ. നിങ്ങൾ നോക്ക്, നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ 4 അല്ലേ? താഴെയുള്ളത് മൊത്തം എത്ര സെൻറ്റിമീറ്റർ ആയിരുന്നു? 13 സെൻറ്റിമീറ്റർ. 13നെ നമുക്ക് 4 ആക്കാൻ പറ്റൂല അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? സമാന്തര വരകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പം നോക്ക്, തുല്യമായ നീളത്തിൽ ഇത് 3 ഭാഗങ്ങളായിട്ട് മാറിയില്ലേ? ഓരോന്നും എത്ര വരും? ഇത് ഓരോന്നും 4 ആണെന്ന് തെറ്റിദ്ധരിക്കരുതാണോ? അല്ല, 13 തുല്യം 3 ഭാഗങ്ങളായ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ് വരിക? ഓരോന്നും അല്ലേ? 13നെ തുല്യം 3 ഭാഗങ്ങളാക്കിയാൽ ഓരോന്നും എത്രയായിരുന്നു? 4/1/3. അതായത് ഇത് 4/1/3 വരും, ഇതും 4/1/3 വരും, ഇതും 4/1/3 വരും. ശരിയല്ലേ? നമ്മളെ ചിത്രം കഴിഞ്ഞിട്ടല്ല അല്ലേ? നമുക്ക് എന്ത് വരയ്ക്കണം? ഒരു സമഭുജ ത്രികോണം വരയ്ക്കണ്ടേ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കിട്ടിയില്ലേ? നമ്മൾ വരയ്ക്കേണ്ടത് ഇതല്ലായിരുന്നോ? ഈ ഒരു നീളമല്ലായിരുന്നോ? അല്ലേ? ഈ നീളം കോമ്പസിലെടുക്കുക. ആ നീളവും ഈ നീളവും ഒക്കെ തുല്യമായിരിക്കും കേട്ടോ. കാരണം തുല്യം 3 ഭാഗങ്ങളല്ലേ ആക്കിയത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക. അതായത് ഒരറ്റത്ത് കൊണ്ടുപോയി വെക്കുക, കോമ്പസ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടും വരയ്ക്കുന്നു, തിരിച്ചെന്ത് ചെയ്യുന്നു? ഇപ്പുറത്ത് കൊണ്ടുപോയി വെക്കുന്നു. അളവ് മാറരുത്. ശരിയല്ലേ? ഇനി അവരെ തമ്മിൽ എന്ത് ചെയ്ത് കൊടുക്കുക? നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇനി ചിലവർ താഴോട്ട് വരയ്ക്കും. താഴോട്ട് വരച്ചാലും തെറ്റൊന്നുമില്ല കേട്ടോ. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. ഇവിടെ യോജിപ്പിക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? തിരിച്ച് ഇങ്ങോട്ട് യോജിപ്പിക്കുന്നു. ഓക്കെ, നോക്കി. ഇപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് കണ്ടോ? ഇത് നോക്ക്, വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഇതിങ്ങനെ മുകളിലോട്ട് തന്നെ വരയ്ക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ആർക്ക് വരച്ചത് അങ്ങനെ താഴോട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ഇനി ആ ആർക്ക് വേണമെങ്കിൽ അവിടെ തന്നെ വരയ്ക്കണം എന്ന് നിർബന്ധമുണ്ട്? ഒരു നിർബന്ധവുമില്ല. ഇവിടെ വരച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ വരച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. എങ്ങനെ വരച്ചാലും സെയിം ആണ്. മിസ് ഇവിടെ നമ്മളെ സ്പേസിനനുസരിച്ച് വരയ്ക്കാം. ഇതിൻ്റെ ഓരോ വശവും എത്ര വരും? 4/1/3, 4/1/3, താഴത്തും 4/1/3. ശരിയല്ലേ? കാരണം നമ്മൾ ഈ വശത്തിൻ്റെ നീളം എടുത്തിട്ടല്ലേ അങ്ങോട്ട് 3 വശങ്ങളാക്കി മാറ്റിയത്. ഇത് 3 കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? നിങ്ങൾ പറ. 3 കൂടി കൂട്ടിയാൽ അതായത് 13 സെൻറ്റിമീറ്ററിനെ 3 ഭാഗങ്ങളാക്കിയപ്പോഴല്ലേ 4/1/3 കിട്ടിയത്. അപ്പോൾ ഈ 3 പ്രാവശ്യം 4/1/3 കൂട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് എന്ത് കിട്ടണം? 13 തന്നെ കിട്ടണം. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് 13 അല്ലേ? നമ്മളിപ്പോൾ ഈ വരച്ചിട്ടുള്ള ഫിഗറിൻ്റെ ചുറ്റളവ് എന്താന്ന് കിട്ടി? 13 സെൻറ്റിമീറ്റർ ആണ് കിട്ടി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കാര്യം സിമ്പിളല്ലേ? ചെയ്തത് എല്ലാവർക്കും മനസ്സിലായല്ലോ. സ്കെയിൽ എടുത്തിട്ട് 13 വരച്ചു. 13നെ 4 ഭാഗങ്ങളാക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ 12നെ എടുത്തു അല്ലേ? 3 ഭാഗങ്ങളാക്കാൻ കഴിയാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ് 3 ഭാഗം തന്നെ ആക്കുന്നത്? ത്രികോണത്തിന് 3 സൈഡല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് വരച്ച് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇത് മെയിൻ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മാറ്റമല്ല. നമുക്ക് വരയ്ക്കേണ്ടത് ട്രയാങ്കിളുമാണ്. ആ ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് എത്രയാണ്? 13 അതായത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന 3 വശങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 3 കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 13 കിട്ടണം. ശരിയല്ലേ? അപ്പോൾ ഒന്നാമത്തത് നമ്മൾ വരച്ചു. ഇക്വിലാറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ വശവും ഈക്വലാണ്. അതുകൊണ്ടാണ് 13നെ നമ്മൾ തുല്യ 3 ഭാഗങ്ങളാക്കിയത് അല്ലേ? കാരണം 3 സൈഡും ഒരേ നീളം വരണം. പക്ഷെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്ക്. 3 കൂടി കൂട്ടിയാൽ എത്ര തന്നെ വരണം? 13 വരണം. കാരണം ചുറ്റളവ് 13, അതിൽ മാറ്റമല്ല. വരയ്ക്കേണ്ട ഫിഗർ ത്രികോണമാണ് താനും.
ഓക്കെ അല്ലേ? നമുക്ക് ഇതിൻ്റെ സൈഡിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സൈഡ്സുകൾ തുല്യ നീളമാവണ്ട. തുല്യ നീളമാവുന്നത് ഇക്വിലാറ്ററൽ, അത് നമ്മൾ വരച്ചു കഴിഞ്ഞു. നമ്മൾ വരയ്ക്കാൻ പോകുന്ന വശങ്ങളുടെ അംശബന്ധം അഥവാ സൈഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4:5. അതിൻ്റെ അർത്ഥം 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 എന്നല്ല, അംശബന്ധം റേഷ്യോ ആണ്. എടാ, ഈ 3 വശങ്ങളോട് കൂട്ടിയാൽ എത്ര വരണം? അതിൽ മാറ്റമില്ല, 13 വരണം. ഈ 13ന് നിങ്ങൾക്ക് 3, 4, 5 എന്നാക്കാൻ പറ്റുമോ? 3, 4, 5 കൂട്ടിയാൽ എത്രയാണ് പറ? 3 + 4 + 5. 3, 4, 7. 7ഉം 5ഉം എത്ര വരും? 12. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് എത്ര സെൻറ്റിമീറ്ററാണ്? 13 സെൻറ്റിമീറ്റർ. അപ്പോൾ അവിടെ 1 സെൻറ്റിമീറ്റർ ബാക്കി വരൂലേ? അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഒരിക്കലും ഒരു 13 സെൻറ്റിമീറ്റർ വര വരച്ചിട്ട് അതിന് ഒറ്റയടയ്ക്ക് 3:4:5 എന്ന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ അംശബന്ധത്തിലാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആരെ ഹെൽപ്പ് തേടാൻ പോവുക? പാരലൽ ലൈൻസിൻ്റെ അഥവാ സമാന്തര വരകളുടെ. നിങ്ങൾക്ക് 3:4:5 എന്നുള്ള അംശബന്ധത്തിലാക്കാൻ പറ്റിയൊരു വര പറ. നിങ്ങൾക്കൊരു വര വരച്ചിട്ട് അതിനെ 3:4:5 എന്നുള്ള അംശബന്ധത്തിലാക്കണം. എടാ, സിമ്പിളായിട്ടുണ്ട്. 3, 4, 5 കൂട്ടിയാൽ എത്രയാണ് പറഞ്ഞു? 12 സെൻറ്റിമീറ്റർ. നമ്മൾ ഈ വരയ്ക്കുന്ന വര 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾ നോക്ക്, ആദ്യം 3 സെൻറ്റിമീറ്ററിലൊരു കുത്തിടുക, പിന്നെ 4 സെൻറ്റിമീറ്ററിലൊരു കുത്തിടുക, ബാക്കി എത്ര വരും? 5 വരും. ഓട്ടോമാറ്റിക് ഈ വരകൾ ഏത് അംശബന്ധത്തിൽ നമ്മൾ സ്പ്ലിറ്റാക്കി? 3:4:5. ശരിയല്ലേ? അപ്പം നമുക്ക് ഈ അംശബന്ധത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ലൈൻ കറക്റ്റ് 12 സെൻറ്റിമീറ്ററിൽ എടുത്താൽ പോരെ? എന്തുകൊണ്ടാണ് 12 വന്നത്? 3, 4, 5 കൂട്ടിയാൽ 12 ആണ്. 3, 4, 5 12 വരച്ച് കഴിഞ്ഞാൽ അതിനെ 3, 4, 5 ആക്കി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അംശബന്ധം വന്നില്ലേ? ശരിയല്ലേ? പക്ഷെ നമുക്ക് ശരിക്കും നമ്മൾ സ്പ്ലിറ്റ് ആക്കേണ്ടത് ആരെ ആയിരുന്നു? 13നെ. അപ്പം നമുക്ക് 13 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചിട്ട് അതിനെ ഇവിടുന്ന് ഇങ്ങോട്ട് 12 വരയ്ക്കാം. എന്നിട്ട് 3-ലൊരു കുത്തിടുക, 4-ലൊരു കുത്തിടുക, ബാക്കി 5 ഉണ്ടാവും. ശരിയല്ലേ? എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സമാന്തര വര വരച്ച് കഴിഞ്ഞാൽ ഇത് 3:4:5 എന്നുള്ള അംശബന്ധത്തിൽ പിരിയുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ താഴെയുള്ള വരയും ഏത് അംശബന്ധത്തിൽ തന്നെ മാറും? 3:4:5. താഴെയുള്ള വര നമ്മൾ എത്ര സെൻറ്റിമീറ്ററിലാണ് വരച്ചത്? 13 സെൻറ്റിമീറ്ററിൽ. പറഞ്ഞത് കേട്ടോ? അപ്പോൾ ഒറ്റയടിക്ക് 13 സെൻറ്റിമീറ്ററിനെ നമുക്ക് 3, 4, 5 എന്ന അംശബന്ധത്തിൽ മാറ്റാൻ കഴിയില്ല. കാരണം 3, 4, 5 കൂട്ടിയാൽ 12 ആവുകയുള്ളൂ. അപ്പോൾ 12 സെൻറ്റിമീറ്റർ വര ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവുക. എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും വരയ്ക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് സെറ്റാവും. നോക്കാം. ഓക്കെ, നമ്മൾ എത്ര സെൻറ്റിമീറ്ററിൽ വര വരയ്ക്കാൻ പോവാ? നമ്മളോട് പറഞ്ഞ ചുറ്റളവ് 13 അല്ലേ? 3 വശം കൂടി കൂട്ടിയാൽ 13 ആവണം. വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്ര തന്നിട്ടുണ്ട്? 3:4:5. ഒരിക്കലും ഈ 13 സെൻറ്റിമീറ്ററിന് നമ്മൾ അങ്ങനെ ഇത് നോക്കുക, മിസ് കാണിച്ചു തരാം. അവിടെ 3, പിന്നെ 4, 5 ഇതാ അല്ലേ? ഇത് 4, ബാക്കി 5 സെൻറ്റിമീറ്ററും അല്ലേ? അല്ല, ഇവിടെ വരില്ല അല്ലേ? ഒരു മിനിറ്റ്. ഇതാ 3 സെൻറ്റിമീറ്ററിൽ പിന്നെ ഇതാ ബാക്കി 4, ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക് എത്രയാവും? ബാക്കിയുള്ളത് ഇത് 5 വരും, ഇത് 5 വരും, ഇത് 4 വരും, ഇത് 3 വരും. എടാ, പക്ഷേ ബാക്കി എത്ര സെൻറ്റിമീറ്റർ വന്നു? 1 സെൻറ്റിമീറ്റർ അവിടെ ബാക്കി ഉണ്ടാവും എങ്ങനെ നോക്കിയാലും. കാരണം 13 സെൻറ്റിമീറ്ററിനെ നമുക്ക് ഈക്വൽ ആക്കാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ തൽക്കാലം 13 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് എങ്ങോട്ട് എത്ര വരയ്ക്കുക? നമുക്ക് 3, 4, 5 അംശബന്ധത്തിൽ കട്ട് ചെയ്യാൻ പറ്റിയൊരു വര ഉണ്ടല്ലോ. അത് എത്രയാ? 3, 4, 5 കൂട്ടിയാൽ എത്രയാ? 12 സെൻറ്റിമീറ്റർ. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് എത്ര സെൻറ്റിമീറ്റർ വര വരയ്ക്കുന്നു? 12 അല്ലേ? 12 സെൻറ്റിമീറ്ററിൽ വര വരയ്ക്കുന്നു. ശരിയല്ലേ? ഇനി തുല്യ 3 ഭാഗങ്ങളല്ല ആക്കേണ്ടത്. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുമ്പോഴാണ്. ഇവിടെ നമ്മുടെ അംശബന്ധം എത്രയാ? 3:4:5. അപ്പോൾ 3 സെൻറ്റിമീറ്ററിൽ ഒരു കുത്തിടുന്നു. പിന്നെ 3 കഴിഞ്ഞിട്ട് 4 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഒരു കുത്തിടുന്നു. ഓട്ടോമാറ്റിക് ബാക്കി എത്രയായിരിക്കും? 5 ആയിരിക്കും. അതായത് ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? അംശബന്ധവും അത് തന്നെ വരൂലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഇതിനെ തമ്മിൽ യോജിപ്പിക്കാൻ പോവാണ്. നമുക്ക് സമാന്തര വര വരയ്ക്കണ്ടേ? എന്നാലല്ലേ ഉത്തരാവുള്ളൂ. അപ്പോൾ
നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സ്. ഇവിടെ ഒരു അംശബന്ധമായിന്നേ ഉള്ളൂ കേട്ടോ, അല്ലാതെ കൂടുതൽ കൺഫ്യൂഷൻ ആവാനില്ല. ഈ അറ്റങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? യോജിപ്പിച്ച് കൊടുക്കുന്നു. ഓക്കെ, അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിച്ച്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? സമാന്തര വര വരച്ചാൽ മതി അല്ലേ? സമാന്തര വരകൾ വരയ്ക്കാൻ ആരാ ഉള്ളത് നമ്മുടെ ഹെൽപ്പിന്? നമ്മുടെ ആരുണ്ട്? സെറ്റ് സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ സെറ്റ് സ്ക്വയറിന് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ചേർത്ത് വെക്കുന്നു. ഓക്കെ, ഇതാ മിസ് കുറച്ചും കൂടെ മാറ്റിയിട്ടുണ്ട്. ഇതാ ഇവിടേക്ക് ചേർത്ത് വെക്കുന്നു. ശരിയല്ലേ? ഇനി നമ്മളിവിടെ കൊണ്ടുപോയിട്ട് ആരെ ഫിക്സ് ചെയ്യുന്നു? സ്കെയിലിനെ. ആദ്യം നമ്മൾ ആ ത്രികോണത്തിനെ ഉറപ്പിച്ച് നിർത്തുക കേട്ടോ, അല്ലാതെ ആദ്യം സ്കെയിലിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഇത് അനങ്ങാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ആരെ ചേർത്ത് വെക്കുന്നത്? ഈ സ്കെയിലിനെ വെക്കുന്നത്. ശരിയല്ലേ? ഓക്കെ, ഇത് അവിടെ ചേർത്ത് വെച്ചു. ഇനി സ്കെയിൽ അനങ്ങരുത് കേട്ടോ. സ്കെയിൽ ഇടത് കൈ കൊണ്ട് ഇതാ അവിടെ അമർത്തി പിടിച്ചോ. എന്നിട്ട് ആരെ മാത്രം മുന്നോട്ട് നീക്കുക? മെല്ലെ ആ സ്കെയിലിനോട് ചേർത്തിട്ട് തന്നെ ആരെ കൊണ്ടുവരിക? സെറ്റ് സ്ക്വയറിനെ കൊണ്ടുവരിക. വന്ന് 4 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തെത്തുമ്പോൾ ഒന്ന് നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? താഴോട്ട് വരയ്ക്കുക. ശരിയല്ലേ? അതേപോലെ സ്കെയിൽ അനങ്ങുന്നില്ല. വന്ന് നമ്മൾ എവിടെ എത്തും? ഇതാ മെല്ലെ കൊണ്ടുവന്ന് 3 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെ നിർത്തുന്നു, മാറ്റുന്നു. എടാ നേരത്തെ ഡിവൈഡ് ചെയ്താൽ ഈക്വലായിട്ട് ഈ 3 ഈക്വൽ ആണെന്നാണോ അർത്ഥം? അല്ല. ഈ മുകളിലുള്ള വര ഏത് അംശബന്ധത്തിലാണ്? സ്പ്ലിറ്റ് ആയത് നോക്ക്. 3:4:5. ഈ വരയിൽ നിന്ന് സമാന്തര വര വരച്ചു കഴിഞ്ഞാൽ അതിലൂടെ മറ്റൊരു വര കടന്നു പോയാൽ നിർബന്ധമായിട്ടും ഈ മുകളിലുള്ള വര സ്പ്ലിറ്റായ അതേ അംശബന്ധത്തിൽ ഇതും സ്പ്ലിറ്റ് ആവും. അതിൻ്റെ അർത്ഥം എന്താ? ഈ 13 സെൻറ്റിമീറ്റർ ഇപ്പം 3:4:5 എന്ന അംശബന്ധത്തിൽ മുറിഞ്ഞു കിട്ടി. അല്ല ഇത് 3, ഇത് 4, ഇത് 5 ആണെന്നാണോ അർത്ഥം? അതൊരിക്കലും വരില്ല. 5ഉം 4ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ 12 കിട്ടുള്ളൂ അല്ലേ? 13 വരണ്ടേ? ഈ അംശബന്ധത്തിൽ സ്പ്ലിറ്റായി എന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്ക്. അപ്പോൾ 3, 4, 5 എന്നുള്ള അംശബന്ധത്തിൽ നമ്മൾ 13 സെൻറ്റിമീറ്ററിനെ മാറ്റി. എടാ ഇനി നിങ്ങൾക്ക് ഈ വശങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞാൽ കാര്യം എളുപ്പമായില്ലേ? ശരിയല്ലേ? അപ്പം നമുക്ക് 3, 4, 5 അംശം 3:4:5 എന്നുള്ള അംശബന്ധത്തിൽ ത്രികോണം ആവൂലേ? ഏത് വര വേണമെങ്കിലും അവിടെ ഫിക്സ് ആക്കി വെക്കാം. മിസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ നടുവിലുള്ളത് അവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ ഈ അറ്റത്തുള്ളത് അവിടെ നിന്നോട്ടെ. അറ്റത്തുള്ളത് അവിടെ തന്നെ വെക്കുക. എന്നിട്ട് നിങ്ങൾ കോമ്പസ് എടുത്തിട്ട് ഈ അളവ് എടുക്കുന്നു, എന്നിട്ട് ഇങ്ങോട്ട് വരയ്ക്കുന്നു. അടുത്തത് ഈ അളവ് എടുത്തിട്ട് അങ്ങോട്ടും വരയ്ക്കുന്നു. മാറിപ്പോവരുത്. കാരണം നമുക്ക് 3 വശവും 3 നീളമാണ് അല്ലേ? ഈ അളവ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറയും ഇത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതെടുക്കണ്ട. കാരണം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ പോയിന്റിലൂടെയാണ്. ഇവിടെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ത്രികോണത്തിൻ്റെ ഒരു വശം ഇത് ഫിക്സഡാ. അപ്പോൾ പിന്നെ അത് പിന്നെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ബാക്കി 2 വശങ്ങൾ എടുക്കുക. കണ്ടോ? ഇവിടെ കൊണ്ടുപോയിട്ട് ഈ നീളം വെക്കുക. നേരത്തെ ചെയ്ത പോലെ ഒരേ നീളമായിരിക്കില്ല. അപ്പോൾ ഇത് വേറെ വേറെ തന്നെ അളക്കണം, നിർബന്ധമാണ്. എന്നിട്ട് ഈ അളവ് കണ്ടോ? ഇത് മാറാതെ നമ്മൾ ഈ അറ്റത്ത് കൊണ്ടുപോവുക. നമ്മൾ താഴോട്ടാണോ മുകളിലോട്ടാണോ വരയ്ക്കുന്നത്? എവിടെ വേണമെങ്കിലും വരച്ചോ കേട്ടോ. നമുക്ക് മുകളിലോട്ട് തന്നെ വരയ്ക്കാം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ അറ്റത്ത് കൊണ്ടുപോയിടുതാ മിസ് ഒരു ആർക്ക് വരച്ചു. ശരിയല്ലേ? ഇനി അതേ അളവിലാണോ അപ്പുറത്ത് വരയ്ക്കേണ്ടത്? ഒരിക്കലും അല്ല അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അളവെടുക്കും. ഇപ്പോൾ എടുത്തത് ഏതളവാ? ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ അളവാ. ശരിയല്ലേ? അതിൽ നമ്മൾ വരച്ചു. ഇനി നമ്മൾ ഈ അളവ് മെഷർ ചെയ്യാൻ പോവാം. കാരണം ഒക്കെ വേറെ വേറെ നീളങ്ങളാണ് അല്ലേ? ഈ അളവെടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെയും കൊണ്ടുപോയിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. ശരിയല്ലേ? നോക്ക്, ഇത് മാറ്റുന്നു. ഇനി നമ്മൾ എന്ത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു? ഈ വശങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക. ഇത് താഴോട്ട് വേണമെങ്കിൽ താഴോട്ട് വരയ്ക്കാം കേട്ടോ. എങ്ങനെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതായത് ഇവരെ തമ്മിൽ യോജിപ്പിക്കുന്നു. അതേപോലെ ആരെ തമ്മിൽ യോജിപ്പിക്കുന്നു? ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഈ സൈഡുകൾ തമ്മിൽ യോജിക്കുന്നു.
ഈ അറ്റത്ത് കൊണ്ട് വെച്ചിട്ട് എന്താക്കാൻ പോവാ മിസ്സ്? എവിടേക്കാണ് വരയ്ക്കേണ്ടത്? നമ്മൾ എടുത്ത് മാറിപ്പോയില്ലല്ലോ, നമ്മൾ ഇവിടുന്ന് തന്നെയല്ലേ വരച്ചത് അല്ലേ? അതായത് ഈ അളവ് നമ്മൾ കോമ്പസിലെടുത്തു, എന്നിട്ട് ഈ അറ്റത്ത് പോയിട്ട് അല്ലേ? ഇല്ല, മാറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്കിവിടെ ഒരു ത്രികോണം കിട്ടി. ഈ ത്രികോണത്തിൻ്റെ 3 വശങ്ങളൂടി കൂട്ടിയാൽ എത്രയാണ് വരിക? എടാ, നമ്മളോട് ചോദ്യത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ വരയ്ക്കുന്ന എല്ലാ ത്രികോണത്തിൻ്റെയും ചുറ്റളവ് എത്ര തന്നെ ആവണം നിർബന്ധമായിട്ട്? 13 തന്നെ വരണം. ഇത് 13 ആവൂലേ? നോക്ക്, കാരണം 13 സെൻറ്റിമീറ്ററിനെ 3 കഷ്ണങ്ങളാക്കി മാറ്റി, എന്നിട്ട് അതിലൊരു പീസ് അവിടെ തന്നെ ഫിക്സ് ചെയ്തു, അതിൽ മാറ്റം വരുത്തിയില്ല. ബാക്കി ഈ നീളവും അളന്നിട്ട് നമ്മൾ 2 ഭാഗത്തു നിന്ന് ആർക്ക് വരച്ചിട്ടല്ലേ ഇപ്പം ത്രികോണാക്കിയത്. അതിൻ്റെ അർത്ഥം എന്താ? ഈ 13 സെൻറ്റിമീറ്റർ തന്നെ കിട്ടും അല്ലേ? അത് 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ? 2 കാര്യങ്ങൾ പറയാം. ഒന്ന് അത് പറയാം, പിന്നെ നമുക്കറിയാം ഈ 13 സെൻറ്റിമീറ്റർ ഏത് അംശബന്ധത്തിലാണ് അപ്പോൾ സ്പ്ലിറ്റ് ആയത്? 3:4:5 അല്ലേ? ആ അംശബന്ധത്തിലുള്ള വശങ്ങളല്ലേ അല്ലേ? ഈ 5ൻ്റെ ഭാഗത്തുള്ള വര അവിടെ തന്നെ വെച്ചു, ഈ 4ൻ്റെ ഭാഗത്തുള്ളത് നമ്മൾ ഇവിടുന്ന് വരച്ചു, 3ൻ്റെ ഭാഗത്തുള്ളത് ഇവിടുന്ന് വരച്ചു. സ്വാഭാവികമായിട്ട് ഈ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ത് തന്നെയാണ്? 3:4:5. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അളവ് ഫിക്സ് ആക്കി വെക്കുകയാണെങ്കിൽ ബാക്കി 2 അളവാണ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരയ്ക്കേണ്ടത്. രണ്ടും വേറെ വേറെ തന്നെ എടുക്കണം. ഒരേ അളവിൽ വരയ്ക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഈ 3 അംശബന്ധത്തിലും വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വേറെ തന്നെ എടുത്ത് വരയ്ക്കണം. ഓക്കെ, ഈ ഭാഗത്ത് ചെറിയൊരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതായത് ഈ ചോദ്യം കണ്ടോ, അതായത് ചുറ്റളവ് 13 തന്നെ വരണം, പക്ഷേ അതെന്ത് ട്രയാങ്കിളാണ് വരയ്ക്കാൻ പോകുന്നത്? ഇക്വിലാറ്ററൽ അല്ല, എന്തല്ല, അംശബന്ധം തന്നിട്ടില്ല, പാർശ്വവശങ്ങൾ പാദത്തിൻ്റെ 1.5 മടങ്ങായ സമപാർശ്വ ത്രികോണം. അതെന്താ പാർശ്വവശങ്ങൾ, എങ്ങനെയാണ് അതിനെ 1.5 മടങ്ങാക്കി വരയ്ക്കുക എന്നുള്ള കാര്യമൊക്കെ അടുത്ത ക്ലാസ്സിൽ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഈ ചിത്രം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വരയ്ക്കാം. അതോടുകൂടി ഈ ചാപ്റ്ററിലുള്ള വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ തീരുകയാണ്. നമ്മൾ ആകെ എനിക്ക് തോന്നുന്ന ഒരു 5 മോഡൽ വരകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം. 3 കൂടി വരച്ചിട്ടുള്ള ഒറ്റ വീഡിയോ ഒക്കെ അവൈലബിൾ ആണ്, നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ഈ വരച്ച അത്രയും ചോദ്യങ്ങൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്തായാലും 101% ചോദിക്കും, 101% ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് വെക്കാം. പിന്നെ നമ്മൾ 1-2 ചാപ്റ്റേഴ്സിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻസും നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിയായിട്ട് കാണാം. താങ്ക്